Please welcome to Wiz School. ഇംഗ്ലീഷ് ഗ്രാമർ അനായാസം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ നിങ്ങൾ? അങ്ങനെയുള്ളപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്ന് തന്നെയാണ്. അത്തരത്തിൽ ഇംഗ്ലീഷ് ഇനി അനായാസം കൈകാര്യം ചെയ്യാൻ വിസ് സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ്. മത്സര പരീക്ഷ ഏതെഴുതിയാലും അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇംഗ്ലീഷ് ഗ്രാമറും ആൻഡ് വൊക്കാബുലറി. ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ഈ മേഖലയിലെ ഒരു മാർക്കും നഷ്ടപ്പെടുത്താതെ സുഖമായിട്ട് ഈസി ആയിട്ട് ഫുൾ മാർക്കും അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ടോപ്പിക്സും അടങ്ങിയിട്ടുള്ള ഒരു ആപ്പ് വിസ് സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അതിൽ A to Z എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ നൗൺ മുതൽ വൊക്കാബുലറി വരെയുള്ള എല്ലാ മേഖലകളും വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, വളരെ സ്ട്രക്ചർഡ് ആയിട്ടാണ് ഓരോ ചാപ്റ്ററും ചെയ്തിരിക്കുന്നത്. 100% ഗ്യാരണ്ടി അവാർഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഗ്രാമറിന്റെ എല്ലാ മേഖലകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. ആ ക്വസ്റ്റ്യനുകൾ എന്ന് പറയുമ്പോൾ കോൺകോർഡ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കോൺകോർഡ്. അതുമാത്രമല്ല, നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, നിങ്ങൾ അക്കാഡമിക്കലി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാകട്ടെ, നിങ്ങൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു വിസ് സ്കൂൾ. ഡിയേഴ്സ്, വെൽക്കം ടു വിസ് സ്കൂൾ. വിസ് സ്കൂളിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിലെ ഗ്രാമർ ഏരിയാസ്, അതിലെ വൊക്കാബുലറി ഏരിയാസ് എന്നിവ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുവാൻ, പരിശീലിക്കുവാൻ വിസ് സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പുതിയൊരു കോഴ്സാണ് ഇംഗ്ലീഷ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ്. അതായത് മത്സര പരീക്ഷ എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അനായാസം മാർക്കുകൾ നേടാൻ കഴിയുന്ന ഈസി മെത്തേഡിലൂടെ ചാപ്റ്റർ വൈസ് ആയിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണിത്. നിങ്ങൾ മത്സര പരീക്ഷ എഴുതുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കോഴ്സാണ്. ഓക്കെ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ കോൺകോർഡ് എന്ന് പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെടുത്തിയ ഒരു ഏരിയ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്, കോൺകോർഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ വാട്ട് യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതിന്റെ മീനിങ് എന്താണ്? അല്ലെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഓടിപ്പോയിരിക്കാം. സോ സിംപിളി സേ, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സബ്ജക്റ്റും വേർബും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കരാറിനെയാണ്, ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കോൺകോർഡ് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? സബ്ജക്റ്റും വേർബും തമ്മിൽ അവർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കരാറുണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? കോൺകോർഡ്. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാവുന്ന ഒരു ഏരിയയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആയി തോന്നാം, പക്ഷേ അത് സിംഗുലർ ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ആ സബ്ജക്ട് പ്ലൂറൽ ആണെന്ന്, ചിലപ്പോൾ അത് പ്ലൂറൽ ആവണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ. എന്തുകൊണ്ട്? ഗ്രാമറിൽ സ്ട്രക്ചർഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്, അവിടെ മറ്റു വഴികളില്ല, അല്ലെ? അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. ഇംഗ്ലീഷ് ഗ്രാമറിലെ കോൺകോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുത്താലും തീർച്ചയായും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു മോഡലിൽ പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഗ്രാമറിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പു തരുന്നു 100% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏരിയാസിൽ കോൺകോർഡുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 10 years dash long time to wait. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? 10 years dash a long time to wait. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്: are, is, have been, were. So we have 4 options here. The question is like that: 10 years dash a long time to wait. ഇവിടെ 10 വർഷം നമുക്ക് എണ്ണാം. 1 2 3 4 5 6 അങ്ങനെ 10 വർഷങ്ങൾ എന്ന് പറയുന്നത് ലോങ് ടൈം. ഒരു ലോങ് ടൈം ആണ്, ഒരു വലിയ കാലയളവാണ് കാത്തിരിക്കാൻ, അല്ലെ? ഒരു വലിയ കാലം, 10 വർഷത്തോളം കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാലമാണ്, ശരിയല്ലേ? എങ്കിൽ അതുമായിട്ട് ആപ്റ്റ് ആകുന്ന വേർബ് ഏതാണ്? അവിടെ ആറാണോ, ഈസ് ആണോ, ഹാവ് ബീൻ ആണോ, വേർ ആണോ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് 10 years എന്ന് പറയുമ്പോൾ
ഒരു വലിയ കാലയളവാണ്. സോ 1 2 3 എണ്ണുമ്പോൾ ഒരു നമ്പേഴ്സ് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ടല്ലോ. എന്നാൽ ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ ഫോം ഇതാണ്. 10 years എന്ന് പറയുന്നത് ഒരു ടൈമുമായി ബന്ധപ്പെടുത്തിയിരിക്കും. ടൈമാണ് 10 years, 10 months, 10 weeks, 10 days, 10 minutes, 10 hours എന്ന് പറയുന്നതെല്ലാം എന്താണ്? ടൈമാണ്. അപ്പൊ ടൈം പറയുമ്പോൾ അതുപോലെ ഡിസ്റ്റൻസ് പറയുമ്പോൾ, എന്താ ഡിസ്റ്റൻസ്? ദൂരം പറയുമ്പോൾ അത് കിലോമീറ്ററിൽ പറയാം, മൈൽസിൽ പറയാം, പറഞ്ഞൂടെ? അപ്പോൾ ഇതൊക്കെ ടൈം, ഡിസ്റ്റൻസ്. ദ സെയിം ടൈം ഹൈറ്റ് ആൻഡ് വെയിറ്റ്, നമ്മുടെ ഉയരവും ഭാരവും പറയുമ്പോൾ. എമൗണ്ട് ഓഫ് മണി, പണത്തിന്റെ തുക പറയുമ്പോൾ, പണം എന്ന് പറഞ്ഞാൽ പോരാ, പണം എത്രയാണെന്ന് പറയണം, ആ എമൗണ്ട് പറയണം. അപ്പോൾ ഏതൊക്കെ പോയിന്റ് ആണ്? എമൗണ്ട് ഓഫ് മണി, ഹൈറ്റ്, വെയിറ്റ്, പിന്നെ ഡിസ്റ്റൻസ്, പിന്നെ ടൈം, കൂടാതെ ക്വാണ്ടിറ്റി. ഇപ്പം ഒരു ഗ്ലാസ്സിൽ പകരുന്ന വെള്ളം അല്ലേ, അപ്പോൾ ആ വെള്ളത്തിന്റെ അളവ്, ആ ക്വാണ്ടിറ്റി, ഇതൊക്കെ പ്രധാനമാണ്. ഇങ്ങനെയുള്ള പോയിന്റുകൾ വരികയാണെങ്കിൽ ഈ പോയിന്റുകൾ, ഈ ടോപ്പിക്കുകൾ, ഈ പോർഷനുകൾ നമ്മൾ സിംഗിൾ ആയിട്ട് മാത്രമേ പരിഗണിക്കാവൂ. സോ ദീസ് പോയിന്റ്സ് ആർ കൺസിഡർഡ് ആസ് സിംഗുലർ ഫോം. ഏതൊക്കെയാ? ടൈം, ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയിറ്റ്, എമൗണ്ട് ഓഫ് മണി. DS പിടി കിട്ടുന്നില്ലേ? അപ്പൊ നമ്മൾ പഠിക്കുന്ന ആദ്യ ചോദ്യം പഠിച്ചു. ആ ചോദ്യത്തിന്റെ പോയിന്റ് ഇതാണ്. എന്താണ് പോയിന്റ്? 10 years. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റ് പഠിച്ചു? അവിടെ ടൈം വന്നാൽ, അതുപോലെ ഡിസ്റ്റൻസ് വന്നാൽ, ഹൈറ്റ് വന്നാൽ, വെയിറ്റ് വന്നാൽ, ക്വാണ്ടിറ്റി വന്നാൽ, എമൗണ്ട് ഓഫ് മണി, ഇവ ഏത് വന്നാലും ഇവ എന്തായിട്ട് പരിഗണിക്കണം? സിംഗിൾ ആയിട്ട്. മറക്കരുത്, എന്തായിട്ട് പരിഗണിക്കണം? സിംഗിൾ ആയിട്ട്. അങ്ങനെയെങ്കിൽ സിംഗിൾ ആയ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. സോ വി ഹാവ് ഓപ്ഷൻസ് ഹിയർ. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അവിടെ ആർ ഉണ്ട്, ഈസ് ഉണ്ട്, ഹാവ് ബീൻ ഉണ്ട്, വെയർ ഉണ്ട്. ഇതിൽ ആക്ച്വലി ഒരേ ഒരു സിംഗിൾ വെർബ് മാത്രമേ ഉള്ളൂ. അത് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ് ആ സിംഗിൾ വെർബ്? സോ ഈസ് ആണ്. ഏതാണ് നമ്മുടെ സിംഗിൾ വെർബ്? ഈസ് ആണ്. ബാക്കി 6 പ്ലൂറലാണ്, ഹാവ് ബീൻ പ്ലൂറലാണ്, വെയർ പ്ലൂറലാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഈസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പഠിച്ചു, ഓക്കെയാണ്. അതിന്റെ ട്രിക്ക് ഓക്കെയാണ്, അതിന്റെ ടിപ്പ് ഓക്കെയാണ്, എല്ലാം എവരിതിങ് ഈസ് പെർഫെക്റ്റ്. റൈറ്റ്? ശരിയല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? യെസ്, ശരിയല്ലോടെ? യെസ്. ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ആൻസർ ഈസ് ആണെന്ന് പറഞ്ഞു. One time, amount of money, height, weight or distance is seen as a singular unit, use singular verb. പറഞ്ഞ പോയിന്റ് ഒന്ന് നമ്മൾ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. The data dash conclusive and labeled. അല്ലേ, the data. So we have options here. Is, are, was and has been. ഡേറ്റ എന്ന് കേൾക്കും നമ്മൾ പൊതുവെ നമ്മുടെ ഓർഡിനറി ലൈഫിൽ എപ്പോഴും പറയുന്ന വാക്കാണ് ഡേറ്റ. എന്താണ് ഡേറ്റ? ആക്ച്വലി ഡേറ്റ എന്ന വാക്ക് സിംഗിൾ ആണോ പ്ലൂറൽ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ഈ ഡേറ്റ എന്ന വാക്ക് സിംഗിൾ ആണോ പ്ലൂറൽ ആണോ കമന്റ് ചെയ്തേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഡേറ്റ എന്ന വാക്ക് പ്ലൂറൽ ആണ്. അതിന്റെ സിംഗിൾ എന്താണ്? ഡേറ്റം ആണ്. ഡേറ്റം. അപ്പോൾ ഡേറ്റ എന്താണ്? പ്ലൂറൽ ആണ്. ഡേറ്റ അല്ലേ? യെസ്. അപ്പോൾ the data dash conclusive and reliable. reliable, വിശ്വാസയോഗ്യമായത് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഡേറ്റ എന്ന് പറയുന്ന ഈ ടേം പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറലായ വെർബേജ് വരും. ഏതൊക്കെ പ്ലൂറൽ വെർബ് ഉള്ളത്? സോ ഒരേ ഒരു പ്ലൂറൽ വെർബ് ഉള്ളൂ. അതാരാണ്? ആറാണ്. ഈസും വാസും ഹാസ് ബീൻ സിംഗിൾ ആണ്. അതെന്താ കാര്യം അറിയൂ? ഒരു വേർബ് എസിലോ ഇഎസിലോ ഐഇഎസിലോ ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ദ വേർബ് എൻഡ്സ് എന്തിലാണ്? വിത്ത് എസ് ഓർ ഇഎസ് ഓർ ഐഇഎസ്. ഇങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ദ വേർബ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് സിംഗുലർ. അപ്പോൾ ഇവിടെ നമുക്ക് എയും സിയും ഡിയും സിംഗിൾ വെർബുകളാണ്. പ്ലൂറലായ ഒരേ ഒരു വെർബേ ഉള്ളൂ. അത് ബി ഓപ്ഷനായ ആറാണ്. അപ്പൊ ആൻസർ എന്താണ്? ആറാണ്. ഗോട്ട് ഇറ്റ്? സോ പോയിന്റ് നമ്മുടെ ആൻസർ ആറാണ്. അതിന്റെ ആൻസർ ഇങ്ങനെ പറയാ. ഇൻ ഫോർമൽ ഇംഗ്ലീഷ് ഡേറ്റ ഈസ് കൺസിഡേർഡ് ആസ് പ്ലൂറൽ ആൻഡ് ഡേറ്റം എന്തായിട്ട് ഉപയോഗിക്കാം? സിംഗുലർ. അപ്പൊ ഇവിടെ ഡേറ്റം എന്നായിരുന്നെങ്കിൽ ഇവിടെ ഈസ് ആയ പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ? കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഇത്തരം ചോദ്യമാണ്, നിങ്ങൾക്ക് തെറ്റില്ല. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Neither Rahul nor his brothers dash present. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയൂ? നോക്കൂ. സോ neither Rahul nor his brothers.
നമ്മൾ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി പോയിട്ട് പറയാം. എന്താണെന്ന് അറിയൂ, ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിന്റെ ഗ്രാമർ ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. The first possibility means the subject. The second possibility means the time of that sentence. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അതിലെ സബ്ജക്റ്റ് ആരാണെന്ന് മനസ്സിലാക്കണം. The same time എന്താണ്? ആ സെന്റൻസിലെ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ രണ്ട് പോയിന്റ് കൂടി ഉൾപ്പെടുത്തി നോക്കാം. Neither Rahul nor his brothers are present today. കണ്ടോ? Today means ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ ദിവസം അല്ലേ? അതൊരു ഏത് ടൈമാണ്? പ്രസന്റ് ടൈമാണ്. ആ ടുഡേയുടെ സ്ഥാനത്ത് യെസ്റ്റർഡേ എന്നായിരുന്നെങ്കിൽ അത് പാസ്റ്റ് ടൈം ആയിരുന്നു. അവിടെ ടുമാറോ എന്നായിരുന്നെങ്കിൽ ഫ്യൂച്ചർ ടൈം ആയി മാറി. കണ്ടോ? ടുഡേ, യെസ്റ്റർഡേ ആൻഡ് ടുമാറോ മൂന്ന് ടൈമുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ശരിയല്ലേ? അപ്പോൾ ഇത് പ്രസന്റുമായി ബന്ധപ്പെട്ട വാചകമാണെന്ന് മനസ്സിലായി. അപ്പൊ പ്രസന്റ് ഓപ്ഷൻ ആണ് ആപ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് സബ്ജക്ട് നോക്കണം. ആരാ നമ്മുടെ സബ്ജക്ട്? നെയ്തർ രാഹുൽ നോർ ഹിസ് ബ്രദേഴ്സ്. അവിടെ രാഹുൽ ആണോ സബ്ജക്ട്, ഹിസ് ബ്രദേഴ്സ് ആണോ സബ്ജക്ട്, അതോ ഇവ രണ്ട് സബ്ജക്റ്റ് ആണ് എന്നിങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. എന്നാൽ ആ കുഴപ്പം ഇങ്ങനെ മാറ്റിയെടുക്കാം. നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സ് ആണ്. അത് നെഗറ്റീവായ കണക്റ്റിംഗ് വേർഡുമാണ്. അപ്പൊ നെയ്തർ നോർ എന്താണ്? നെഗറ്റീവാണ്. രണ്ട് വാക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ആണ്. ഇതേപോലെ മറ്റൊരു വാക്കുണ്ട് എയ്തറോ, അതൊരു പോസിറ്റീവാണ്. പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ അല്ലെ? പോസിറ്റീവ് ആണ് എയ്തറോ, അത് രണ്ട് പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇനി ട്രിക്ക് എത്രയേ ഉള്ളൂ, എയ്തർ ഓർ കൊണ്ടും നെയ്തർ ഓർ കൊണ്ടും രണ്ട് വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ when we connect to words എന്ത് ഉപയോഗിച്ചാണ്? എയ്തർ ഓർ ആൻഡ് നെയ്തർ ഓർ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആഫ്റ്റർ ഓർ ആൻഡ് നോർ, ഓറിനും നോറിനും ശേഷം വരുന്ന പദം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ആരും നോക്കണം? ഹിസ് ബ്രദേഴ്സ് അല്ലെ? ഹിസ് ബ്രദേഴ്സ് അത് പ്ലൂറലാണ് ആണല്ലോ. അത് പ്ലൂറൽ ആണ്. അത് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ വരേണ്ട വെർബും പ്ലൂറൽ വെർബായിരിക്കും. ഗോട്ട് ഇറ്റ്? എന്നാൽ ഓറിനും നോറിനും ശേഷം വരുന്ന പദമേ സിംഗുലർ ആയിരുന്നെങ്കിലോ? വെർബ് സിംഗുലർ ആയിരുന്നു. ഗോട്ട് ഇറ്റ്? അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. അവിടെ ഓപ്ഷൻ ഉണ്ട് ഈസ്, ആർ, വാസ്, ഹാസ് ബീൻ. അവിടെ ഈസ് സിംഗുലർ, വാസ് സിംഗുലർ, ഹാസ് ബീൻ സിംഗുലർ. അവിടെ ഒരേ ഒരു ഓപ്ഷൻ പ്ലൂറൽ ആയിട്ടുള്ളത് ഏതാണ്? ആറാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ആറാണ് നമ്മുടെ ആൻസർ. ഗോട്ട് ഇറ്റ്? അപ്പൊ അതിന്റെ ട്രിക്ക് പഠിച്ചു. എന്തായിരുന്നു? എയ്തർ ഓറും നെയ്തർ ഓറും ഉപയോഗിക്കുമ്പോൾ പോയിന്റ്, ആ വാചകത്തെ എങ്ങനെ അനലൈസ് ചെയ്യണം, ഇതൊക്കെ. ഇനി ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വിസ്കൂളിന്റെ ഇംഗ്ലീഷിന്റെ മേഖലകളെല്ലാം ചർച്ച ചെയ്യുന്ന ആപ്പിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. ഈച്ച് ഓഫ് ദി ബോയ്സ് dash given a separate task. Or the option have been or was were. Each of the boys. Each of the boy അല്ല. എന്താ കാര്യം അറിയോ? ഇവിടെ ഈച്ച് നോക്കും. ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്. ഏതൊക്കെയാണ്? ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്. അതുപോലെ വൺ ഓഫ്, സം വൺ ഓഫ്, എനി വൺ ഓഫ്, നൺ ഓഫ്. ഓക്കെ. എയ്തർ ഓഫ്, നെയ്തർ ഓഫ്. എല്ലാം കൂടെ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ? ഞാനൊന്ന് വൺ ബൈ വൺ വീണ്ടും പറയാം. എയ്തർ ഓഫ് ഒന്ന് കുറിച്ച് വെച്ചേ. എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് വൺ ഓഫ്. അടുത്തത് വൺ ഓഫ്, നോ വൺ ഓഫ്, സം വൺ ഓഫ്, എനി വൺ ഓഫ് അല്ലെ? ഇവയ്ക്കെല്ലാം ശേഷം പ്ലൂറൽ ആയിട്ടുള്ള വേർഡുകളെ വരികയുള്ളൂ. പക്ഷെ ആ വാചകത്തിലെ വെർബ് സിംഗിൾ ആയിരിക്കുകയും വേണം. ഓക്കെ, കുറിച്ച് വെച്ചല്ലോ. അപ്പൊ വൺ ഓഫ് തുടങ്ങുന്ന വാക്കുകൾ നോ വൺ ഓഫ്, സം വൺ ഓഫ്, എനി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഇങ്ങനെയുള്ള പദങ്ങൾ കഴിഞ്ഞാൽ പ്ലൂറലായ വേർഡുകളെ വരികയുള്ളൂ. അതിനുശേഷം വരുന്ന വെർബ് സിംഗിൾ ആയിരിക്കണം. ഓക്കെ. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഈച്ച് ഓഫ് ദ ബോയ്സ്, ആൺകുട്ടികളിൽ ഓരോരുത്തരും, അതാണ് ഈച്ച് ഓഫ്. യെസ്, അവർക്ക് എന്ത് ചെയ്തു? അവർക്കൊരു സെപ്പറേറ്റ് ടാസ്ക് കൊടുത്തു. അവർ കൊടുത്തു എന്നല്ല, അവർക്ക്, ആർക്ക്? ഓരോ ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ടാസ്ക് കൊടുത്തു. ഇതാണ് പോയിന്റ്. ഹൗ ബീൻ ഗിവൺ ആണോ, ആർ ഗിവൺ ആണോ, വാസ് ഗിവൺ ആണോ, വേർ ഗിവൺ ആണോ? ഞാൻ പറഞ്ഞ റൂൾ പ്രകാരം ഹൗ ബീനും ആറും വേറും പ്ലൂറലാണ്. ഇവിടെ വരേണ്ടതാണ് സിംഗുലർ വെർബാണ് വരേണ്ടത്. കാരണം ഈച്ച് ഓഫിന് ശേഷം പ്ലൂറൽ വേർഡ് വരണം, സിംഗുലർ വെർബ് വരണം. അങ്ങനെയെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇവിടുത്തെ ആൻസർ
വാസ് ആണ്. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? വാസ് ആണ്. ഗോട്ട് ഇറ്റ്. ഇതാണ് പോയിന്റ്. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഈച്ച് ഓഫിന് ശേഷം അടുത്തത് എവരി വൺ ഓഫിന് ശേഷം, സം വൺ ഓഫിന് ശേഷം, നോ വൺ ഓഫിന് ശേഷം, എനി വൺ ഓഫിന് ശേഷം, വൺ ഓഫിന് ശേഷം, എയ്തർ ഓഫിനും നെയ്തർ ഓഫിനും ശേഷം പ്ലൂറൽ പദങ്ങൾ വരണം, പ്ലൂറൽ ആയ വേർഡുകൾ വരണം. പക്ഷെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യനുകൾ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളെ വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പഠിക്കണം, നമ്മൾ അറിയണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. നിങ്ങൾ നാളെ എക്സാം ഇരിക്കുമ്പോൾ ഇത്തരം ചോദ്യം കിട്ടിയാൽ നിങ്ങൾ വിഷമിക്കാതെ, ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യണം. അതിനുവേണ്ടിയാണ് വി സ്കൂളിന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഓക്കെ, നമ്മൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, തീർച്ചയായിട്ടും. എങ്കിലും നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തരുന്നത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച ഇടങ്ങൾ നിങ്ങൾ ചെല്ലണം. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, ഇംഗ്ലീഷ് പഠിച്ചേ മതിയാകുന്ന അദമ്യമായി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ പലരും കളിയാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഇത്തരം ചോദ്യങ്ങളെ വളരെ സിമ്പിളായിട്ട് അതിന്റെ ഗ്രാമർ പോയിന്റോട് കൂടി വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കണം. ഓക്കെ, സോ എനിവേ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ.